ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് എഗ്ലെസ് ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ്. അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 1.5 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്യുന്നത്. 1/2 കപ്പ് ഫ്രഷ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ക്രീം നന്നായിട്ട് ഇളക്കി ചൂടാകുമ്പോഴേക്കും നമുക്കത് നേരത്തെ ഗ്രേറ്റ് വെച്ച ചോക്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊരു 2 മിനിറ്റ് കഴിഞ്ഞ് മിക്സ് ചെയ്ത് ചോക്ലേറ്റൊക്കെ നല്ലതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഇപ്പോൾ ഞാനിതാ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്ക് തയ്യാറാക്കാം. ഫസ്റ്റ് തന്നെ ഒരു കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ബൗളിൽ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, ഡാർക്ക് കൊക്കോ പൗഡറാണ് ഞാൻ യൂസ് ചെയ്തത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഇത് ഫുള്ള് ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയം തന്നെ പ്രീ ഹീറ്റ് ചെയ്യാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസ്, പിന്നെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ഇച്ചിരിയായി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. ഇതും കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇവിടെ ഓവർ മിക്സ് ആവാൻ പാടില്ല, പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ടോട്ടൽ 3 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് നേരത്തെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച പാനിലേക്ക് ഈ കേക്ക് ബാറ്റർ വെച്ച് കൊടുത്ത് അടച്ച് വെച്ച് ഒരു 25 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇതിന് മുകളിൽ ഞാൻ ഒരു വെയിറ്റ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഈ ബട്ടർ പേപ്പർ കൂടി അങ്ങ് മാറ്റി കൊടുക്കാം.
ഇപ്പോൾ ഈ കേക്ക് ഞാൻ 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ചോക്ലേറ്റ് ക്രീം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് കേക്കിലേക്ക് അപ്ലൈ ചെയ്യാം. കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം വെച്ചിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതാണ്. ഇനി ആ ഫസ്റ്റ് ലെയറിൽ നമുക്ക് ചോക്ലേറ്റ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്രീം നന്നായിട്ട് സ്പ്രെഡാക്കിയിട്ട് നമുക്ക് അതിലേക്ക് അടുത്ത ലെയർ കൂടി വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ലെയറിലും ക്രീം ചെയ്യാം. കേക്കിൻ്റെ സൈഡിലും നല്ലതുപോലെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ക്രീം നല്ലതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കാം. ഇനി നമുക്ക് ഒരു ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കണം. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി അതൊന്ന് തിളയ്ക്കുമ്പോഴേക്കും 1/4 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും 1 ടീസ്പൂൺ ബട്ടർ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഫുള്ളൊന്ന് മെൽറ്റ് ആവുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ കുറച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷൊക്കെ നല്ലതുപോലെ സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്നുകൂടി സെറ്റാക്കാം. ഇനി പൈപ്പിംഗ് ബാഗിലേക്ക് കുറച്ച് ക്രീം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിനു മുമ്പ് ഞാൻ പിസ്ത ടസ്ലെറ്റ്സ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി ഞാൻ 2 ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റ് കൂടി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ഇവിടെ റെഡിയായി. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. മുട്ടയൊന്നും ചേർത്തില്ലെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പർ ഒരു കേക്കാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.